ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 46 1 വാക്യം പറയുന്നു. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, ബലമാകുന്നു, കോട്ടയാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. എത്ര നല്ല വാക്യം! അതിൻ്റെ അടുത്ത വാക്യം, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിനെ വെള്ളമിരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇത് സങ്കീർത്തനം കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ്. കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. എത്ര നല്ല കർത്താവ്! കർത്താവ് നമ്മുടെ കഷ്ടതയിൽ യഹോവയെ ഉത്തരം അരുളി എൻ്റെ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചെന്നൊരു വാക്യമുണ്ട്. കഷ്ടകാലത്ത് എന്നെ ഒളിച്ചു വീക്ഷിക്കാൻ ഞാൻ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള വാക്യമുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. സൈന്യങ്ങളുടെ ദൈവം യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്നാണ് പറയുന്നത്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അനേക ഒരു ബലഹീനതകളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ വരുമ്പോൾ നാം പറയാം, സൈന്യങ്ങളുടെ യഹോവയെ, യഹോവ സബയോത്ത് നമുക്ക് പറയാം. സൈന്യങ്ങളുടെ ദൈവം യഹോവയെ നമുക്ക് വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ തീർച്ചയായും കർത്താവ് നമ്മൾ ഇറങ്ങി വരുന്നതാണ്. നാം വിശ്വാസമുള്ളവരായിരിക്കാൻ നമ്മളെ തന്നെ ആഹ്വാനം ചെയ്യുന്നു. വിശ്വാസമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും നമുക്ക് പറയുവാനിടയാകണം. ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ സ്നേഹം മാറിപ്പോയാലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ അണയ്ക്കുന്നു, കാത്തുകൊള്ളുന്നു, നമ്മളെ പരിപാലിക്കുന്നു. കർത്താവ് നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവൻ ഏറ്റവും തുണയായിരിക്കും നമുക്ക് പറയാം. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ശത്രുക്കൾ എത്ര ഒരു സൈന്യം ഇറങ്ങി വന്നാലും പാളയം ഇറങ്ങിയാലും യഹോവ വിടുവിക്കും. ശത്രു ഒരു സൈന്യമായി വന്നാലും ഒരു ദുഷ്ട സൈന്യമായി വന്നാലും യേശു റെഡ് സീ തുറന്ന് നമ്മളെ മറുകരയിലേക്ക് അടുപ്പിക്കും. സ്നേഹതീരത്തോട്ട് കർത്താവ് നടത്തും. കർത്താവ് നമ്മളെ വഴി നടത്തുന്ന ഒരു പിതാവാണ്. യേശുപ്പച്ചൻ്റെ പേരുണ്ട്, എന്തുവാ? ദൈവമായ സൈന്യങ്ങളുടെ യഹോവ. സൈന്യങ്ങളുടെ യഹോവയോട് നമ്മൾ യാചിക്കാം, പറയാം, പ്രാർത്ഥിക്കാം. അവനോട് നാം പറഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ള ദൈവം യേശു ദൂതന്മാരെ അയക്കുന്നു. നമുക്കെല്ലാം മനസ്സിലാക്കി തരുന്നത് ദൂതന്മാരാണ്. കർത്താവിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരും. ഗബ്രിയേൽ ഇറങ്ങി വരും, നമ്മളെ സഹായിക്കും, നമ്മളെ പരിപാലിക്കും, അനുഗ്രഹിക്കും. ആമീൻ, ആമീൻ.